Hallelujah. Hallelujah. നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ലായിരിക്കാം. It will be unbelievable. ഇത് തന്നെയായിരുന്നു മാർത്തയുടെയും അവസ്ഥ. And this was a similar situation. എന്നാൽ മാർത്തയോട് കർത്താവ് പറഞ്ഞ ഒരു രസകരമായ ഒരു കാര്യമുണ്ട്. Martha was thinking the same thing, but Jesus said something. ഞാൻ വിശ്വസിക്കുന്നു യേശുവിനും ആ ദുഷിച്ച ദുർഗന്ധ മൂക്കിലേക്ക് അടിച്ചു കയറിയിരിക്കാം. Yes, Jesus might have had that smell, foul smell from the body. അതുകൊണ്ടാണ് യേശു കർത്താവ് അവിടെ കൂടുതൽ ഒന്നും പറഞ്ഞു അവളെ വിശ്വസിപ്പിക്കാൻ നോക്കിയില്ല. But he did try to explain or make her to believe what is going on. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. He said വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. Amen. Hallelujah. He said that if you believe, you'll see the glory of God. എന്നിട്ട് മറ്റൊരു കാര്യവും കൂടി അവിടെ പറയുകയുണ്ടായി. And again he said like this. ആ കല്ല് അങ്ങോട്ട് നീക്കാൻ. He asked them to move the stone. അതേ നീ ആ കല്ല് അങ്ങോട്ട് നീക്കാൻ. And he said to them to move the stone. അവിശ്വാസത്തിന്റെ ആ കല്ലെടുത്ത് മാറ്റുവാൻ നീ തയ്യാറാണ് എങ്കിൽ, I mean, if you're ready to remove the stone of unbeliefness, ഈ പകർക്കാലം നീ അവന്റെ മഹത്വം കാണുക you തന്നെ will ചെയ്യാം. see the mighty power of the Lord and the glory of the Lord in your life. Hallelujah. Yes, Lord. ഇത് Hallelujah. കേട്ടിയ ഉടനെ ചില വിദ്വാൻമാര്, ഞാൻ വിചാരിക്കുന്നു പത്രോസ് അവിടെ ഉണ്ടായിരുന്നു എന്ന്. As soon as this heard, some of the people there, I believe Peter might have been there in this situation. കാരണം പത്രോസ് എന്ത് കേട്ടാലും എടുത്തു ചാടുന്നവനായിരുന്നു. Oh, Peter was a very enthusiastic person. നാണക്കേടുണ്ടായാൽ അതിന് ശേഷമാണല്ലോ, അതുകൊണ്ട് അവനതൊരു വിഷയമല്ല. He will be humiliated later, but it wasn't a problem for him. അതുകൊണ്ട് ആരോ ഒരു വ്യക്തി ആ കല്ലിനെ അങ്ങോട്ട് എടുത്തു മാറ്റി. Yes, one person jumped into that act. നിന്റെ നാണക്കേടിനെ നിങ്ങൾക്ക് കണക്കിടാതിരിക്കുവാൻ കഴിയുമെങ്കിൽ, Can you forget about all the humiliation or the shame that you will be facing? കാരണം നിനക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു ലിമിറ്റ് ഉണ്ടെന്ന്, പക്ഷേ കർത്താവിന് അൺലിമിറ്റഡ് ദൈവമാണ്. Amen. Hallelujah. You have got limitations in everything that you can do, but God is a God who is unlimited.